അരിപ്പൊടി വെച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പൊരിക്കടല ചേർത്ത് നന്നായിട്ടിതൊന്ന് പൊടിച്ചിട്ട് അരിപ്പയിലൂടെ നമുക്കിതൊന്ന് കട്ടയില്ലാതെ അരിച്ചെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി 1 മാസത്തോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കി ഇത് വെച്ചിരുന്നാൽ കൊടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 6 വെളുത്തുള്ളി തൊലിയോടെ അതുകൂടെ നമുക്ക് ചേർത്ത് പൊടിച്ച് വയ്ക്കാം. ഇനി 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് പത്തിരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് 6-7 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നല്ല പൊടി നന്നായിട്ട് ചൂടാവണം. അതുപോലെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നല്ലൊരു മണം വരും. നല്ല അരിപ്പൊടി മൂത്തതിൻ്റെ ഒരു മണം വരും. പച്ചപ്പൊടിയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് വറുത്തെടുത്ത അരിപ്പൊടി ചൂടോടെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത പൊരിക്കടല പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ടിതൊന്ന് യോജിപ്പിക്കാം. ഇനി അതിലേക്ക് പൊടിയായി അരിഞ്ഞ 1 ടീസ്പൂൺ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരുന്ന ജീരകം, കുരുമുളക്, വെളുത്തുള്ളി അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് പാകത്തിന് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. കായത്തിൻ്റെ മണവും രുചിയും ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്, അതുകൊണ്ട് മുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി 2 ടേബിൾ സ്പൂൺ എണ്ണ, നന്നായിട്ട് ചൂടായ എണ്ണ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്ത കടലപ്പരിപ്പ് കൂടെ വെള്ളമില്ലാതെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 2-3 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി 1/2 കപ്പ് വെള്ളം, കുറേശ്ശെ വീതം വെള്ളം ചേർത്ത് കൈകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരുവിധം നല്ല കട്ടിയുള്ള മാവായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഒരുപാട് ലൂസാവരുത്, ഒരുപാട് കട്ടിയാകരുത്. അപ്പം നന്നായിട്ടൊരു 5 മിനിറ്റ് കുഴച്ച് നമുക്കിത് വെക്കാം. ഇപ്പോൾ ഒരു പൂരി മാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അതിൽ നിന്ന് ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വാഴയില എടുത്ത് അതിൽ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഇല 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരു ഇലയിൽ നമുക്ക് ഒരു ബോള് വെച്ച് കൊടുത്തിട്ട് മറ്റേ ഇല വെച്ച് എണ്ണമയം പുരട്ടി ആ വശം അതിൻ്റെ മുകളിൽ വരുന്നത് പോലെ വെച്ചിട്ട് ഇതുപോലെ മാഷറോ വല്ലതും വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരേ ഷേപ്പിലും ഒരേ കനത്തിലും നമുക്ക് കിട്ടും. അപ്പോൾ ഒരുവിധം കട്ടി വേണം. അങ്ങനെ ഓരോന്നും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. ഇനി ഇലയ്ക്ക് പകരം പ്ലാസ്റ്റിക് കൂടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കൂട് വെച്ചും ഇതുപോലെ നമുക്ക് എണ്ണമയം പുരട്ടി പരത്തിയെടുക്കാം. അല്ലെങ്കിൽ പ്ലേറ്റ്, ഏതെങ്കിലും ഒരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താലും ഒരുപോലെ ഒരേ ഘനത്തിൽ നമുക്ക് ഇത് പരന്ന് കിട്ടും. ഇങ്ങനെ എല്ലാം പരത്തിയെടുത്ത് ഒരു വലിയ പ്ലേറ്റിലേക്ക് നമുക്ക് വയ്ക്കാം. ഫോർക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ പൂരി പോലെ ഇത് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരണ്ട, ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് വറക്കുന്നതിനാവശ്യമായ എണ്ണ, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഓരോന്നായിട്ടെടുത്ത് എണ്ണയിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം.
ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ മുഴുവൻ നമുക്ക് 3-4 എണ്ണം വീതം എണ്ണയുടെ അളവനുസരിച്ച് നമുക്ക് വറുത്തെടുത്ത് വയ്ക്കാം. അപ്പം 4 മണിക്കൊക്കെ ചായയുടെ കൂടെ നല്ല രസമാണിത്. ക്രിസ്പി ആയിട്ടുള്ള ഈ അരിപ്പലഹാരം കഴിക്കാനായിട്ട് കുട്ടികൾക്കുമൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും. കൂടുതലിങ്ങനെ തയ്യാറാക്കി വെച്ചാൽ, നല്ല കണ്ടെയ്നറിലിട്ട് വെച്ചാൽ ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പം ഈ റെസിപ്പി നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.